CPI സംസ്ഥാന കൗൺസിലിലും മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനം. വെള്ളാപ്പള്ളി നടേശനെ അതിരുവിട്ട് മുഖ്യമന്ത്രി ന്യായീകരിച്ചത് തെറ്റാണ് എന്നാണ് വിമർശനം. CPIM-ന് മുഖ്യമന്ത്രിക്ക് മേൽ നിയന്ത്രണമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളി സംഭവത്തിൽ പാർട്ടി തിരുത്തിയേനെ. തോൽവിയേക്കാൾ പ്രശ്നമാണ് ഇടത് നയ വ്യതിചലനം എന്നും CPI വിലയിരുത്തുകയാണ്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ട്. സ്റ്റെഫിൻ, CPIയുടെ ഭാഗത്തുനിന്ന് കനത്ത വിമർശനങ്ങൾ, അത് പ്രതികരണങ്ങളായി വന്നില്ലെങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ CPM-ന്റെ ഒരു മനോഭാവത്തെ തുറന്നു തീർക്കുകയാണോ? തീർച്ചയായിട്ടും ദിവിഷ്, തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടി ചർച്ച ചെയ്യാൻ വേണ്ടി ചേർന്ന നേതൃയോഗത്തിലാണ് ഈ രൂക്ഷ വിമർശനങ്ങളെല്ലാം ഉയർന്നിരുന്നത്. ഇന്നലെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും സെക്രട്ടേറിയറ്റ് യോഗവും ചേർന്നിരുന്നു. അതിലും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെയും CPM-നെതിരെയും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് CPM കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആ ഭാഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ CPI അവിടെയും ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായി. ഒപ്പം തന്നെ ശബരിമലയും PMC അടക്കമുള്ള വിഷയങ്ങളിൽ CPM സ്വീകരിച്ച നിലപാടും LDF മുന്നണിക്ക് ഒന്നാകെ തിരിച്ചടിയായി എന്നുള്ളൊരു വിലയിരുത്തലാണ് CPI ഉള്ളത്. ഒപ്പം തന്നെ ഇന്ന് ചേർന്ന സംസ്ഥാന കൗൺസിലിൽ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിയും സർക്കാരും ഏറ്റുവാങ്ങേണ്ടി വന്നത്. മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യം സർക്കാരിലും മുന്നണിയിലുമുണ്ട്. അത് വലിയ തോതിൽ മുന്നണിയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് CPI ഉയർത്തുന്നത്. മത നേതാക്കളോട് പരിധിയിൽ കവിഞ്ഞ അടുപ്പം കാണിക്കുന്നത് തെറ്റാണ്. അതോടൊപ്പം CPI ഈ കാര്യങ്ങളിലെല്ലാം തന്നെ തിരുത്തൽ ശക്തിയായി നിൽക്കണം എന്ന കാര്യമാണ് CPI സംസ്ഥാന കൗൺസിൽ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ തോൽവിയേക്കാൾ വലിയ പ്രശ്നം ഇടത് നയ വ്യതിചലനമാണ് എന്നുള്ള ആത്മവിമർശനവും CPIയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം CPM-ന്റെ ഭാഗത്തു നിന്നും PM ശ്രീ വിഷയത്തിലും അതോടൊപ്പം തന്നെ ഈ മത നേതാക്കളുമായി ബന്ധപ്പെട്ട നിലപാടിലുമുള്ള പ്രശ്നങ്ങളാണ് CPI ചൂണ്ടിക്കാട്ടുന്നത്. ശരി. വളരെ ശക്തമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ CPI-യിൽ ഉയരുകയാണ്. വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ CPM-ന് മുഖ്യമന്ത്രിക്ക് മേലൊരു നിയന്ത്രണവുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അക്കാര്യങ്ങളിൽ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കില്ലായിരുന്നു എന്നാണ് CPI-യിൽ വരുന്ന വിമർശനം. AK സ്റ്റെഫിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.